എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മമ്മച്ചായനോടും ഗ്രേസിയമ്മയോടും അച്ഛനും മുത്തച്ഛനും വരുന്നുണ്ട് എന്ന കാര്യമൊക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ട്. അന്നേരം അവരെന്തിനാണ് വരുന്നത്, നീ വിളിച്ചിട്ടാണോ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുവാണേ മാമച്ചായനും ഗ്രേസിയമ്മയുടെ. അന്നേരം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ആര് വന്നാലും ഞാൻ നിങ്ങളെ വിട്ടു പോവുകയില്ല, പിന്നെ ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ അവർക്കൊരു ആശ്വാസമാകുന്നത്. ഏതായാലും കുടിക്കാൻ നെല്ലിക്ക ജ്യൂസ് എടുത്തുകൊണ്ട് വരാം മാമച്ചായന് എന്ന് പറയും. എന്നിട്ട് ഗ്രേസിയമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. ഗ്രേസിയമ്മയ്ക്ക് ഒരു കോഫി വേണമെന്ന് പറയുമ്പോൾ അതൊന്നും തരത്തില്ല, ഇഞ്ചിയോ തുളസിയോ എന്തെങ്കിലും ഇട്ടൊരു ജ്യൂസ് അല്ലാണ്ട് ഒന്നും തരികയില്ല എന്ന് പറയും. രണ്ടുപേർക്കും അത്യാവശ്യം ഡയറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ട്. അന്നേരം മുഖം വീർപ്പിച്ചിരിക്കുവാണ് ഗ്രേസിയമ്മയെ. രേവതിക്കുട്ടി അങ്ങ് പോയി കഴിയുമ്പം ഗ്രേസിയമ്മയ്ക്ക് ഒരു ടെൻഷൻ. അവളുടെ അച്ഛനും മുത്തച്ഛനും എന്തിനാണ് വരുന്നത്, ഇനി അവളെ ചോദിക്കാനാണോ എന്നിങ്ങനെ പറയുമ്പം മാമച്ചായൻ പറയുന്നുണ്ട്, അവരങ്ങനെ ചോദിച്ചാൽ തന്നെ നമ്മൾ കൊടുക്കുമോ എന്ന്. നമ്മൾ കൊടുത്താൽ തന്നെ അവൾ പോകുമോ എന്ന് ചോദിക്കുമ്പം ഗ്രേസിയമ്മയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, രേവതിക്കുട്ടി ഒരിക്കലും അവരെ വിട്ടു പോകില്ല എന്ന്. അന്നേരമാണ് മുഖം ശകലം ഒന്ന് തെളിയുന്നത്. പിന്നെ കാണിക്കുന്നത് ഗംഗേട്ടനും ശിവനും മനുവും എല്ലാവരും കൂടി വൈജയന്തിയുടെ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്കും കമല ഗംഗേട്ടനുള്ള ചായയായിട്ട് വരും. അന്നേരം ഗംഗേട്ടൻ ചോദിക്കും, ഇതെന്താ എനിക്ക് മാത്രം, ഇവർക്കൊന്നും കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പം അവരൊക്കെ നേരത്തെ കുടിച്ചതാണ് എന്ന് പറയും. അന്നേരം മനു പറയുമെങ്കിൽ എനിക്കൊരു കോഫി ഇട്ട് തരാമോ അമ്മ എന്ന് ചോദിക്കുക. അന്നേരം തരികയില്ല, ഇപ്പം അരമണിക്കൂറായുള്ളൂ ഒരു കോഫി കഴിച്ചിട്ട്, ഇനി കഴിക്കണ്ട എന്ന് പറയുമ്പോൾ ഗംഗേട്ടൻ മനുവിനോട് പറയും, എങ്കിൽ ഈ കോഫി നീ കഴിച്ചു, എനിക്ക് വേറെ ഒരെണ്ണം കമല ഇട്ട് തരുമെന്ന്. അങ്ങനെ പറഞ്ഞ് അങ്ങ് മനുവിന് കോഫി കൊടുത്തു കഴിയുമ്പം പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ, ഉണ്ടാക്കി കൊടുത്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് കമല അങ്ങ് പോവും. അത് കഴിഞ്ഞ് വൈജയന്തിക്ക് ഭയങ്കര വാശിയാണല്ലേ എന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, വാശി മാത്രമല്ല, ജയിക്കണം എന്നുള്ളൊരു തോന്നൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് മക്കൾ ഭർത്താവ് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല, മക്കളെ പോലും ഉപയോഗിക്കുന്നത് ജയിക്കാനുള്ള ആയുധങ്ങളായിട്ടാണ് എന്നൊക്കെ പറയുമ്പം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അവൾക്ക് എന്താ വട്ടാണോ എന്ന്. അന്നേരം വട്ടേ ഉള്ളൂ, ഒരുതരം സൈക്കോയാണ് എന്ന് മനു പറയുന്നുണ്ട്. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ആ വീട് അവൾ വാടകയ്ക്കെടുത്ത ആ വീട് നീ കണ്ടോ എന്ന്. അന്നേരം മനു പറയും, ഞാൻ കണ്ടില്ല, അതുപോലെ ആൻറ്റി പോലും കണ്ടിട്ടുമില്ല എന്ന് പറയുവാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, കണ്ടാലും ഇല്ലെങ്കിലും അവൾ ആ വീട്ടിൽ പോയി താമസിക്കുന്നില്ല, അത് നമ്മുടെ തീരുമാനമാണ് എന്ന്. അന്നേരമാണ് വീണ്ടും ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് അങ്ങോട്ട് കമല വരുന്നത്. കമല അത് ഗംഗേട്ടന് കൊടുക്കും. അന്നേരം ശിവൻ പറയുക, എടി എനിക്കൂടെ ഓർണം വേണമായിരുന്നു എന്ന്. അന്നേരം അത് നേരത്തെ പറയണ്ടായിരുന്നു, ഇനി തരത്തില്ല എന്ന് പറയുവാണ് കമല. അന്നേരം ഗംഗാധരൻ എന്ത് ചെയ്യും, ആ കൊണ്ട് കൊടുത്ത ചായ ശിവന് കൊടുക്കും. എന്നിട്ട് എനിക്ക് വേറെ ഓർണം ഇട്ടതാ, ഞാനത് അവന് കൊടുത്തോളാം എന്ന് പറയും. അന്നേരവും ഗംഗാധരൻ അങ്ങനെ പറയുന്നുണ്ട്, എതിർക്കാൻ പറ്റുന്നില്ല. കമലയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, അത് കൺട്രോൾ ചെയ്ത് അടുക്കളയിലേക്ക് പോകുന്നു. ഇവർ ഇവിടുന്ന് കമലയെ മാറ്റാൻ വേണ്ടി തന്നെ അങ്ങനെ പറയുന്നത്, കാരണം കമലയുടെ ഈ ചൊറിഞ്ഞ വർത്തമാനം ഇതിനിടയ്ക്ക് പറയൂല, അതുകൊണ്ട് മാറ്റാൻ വേണ്ടി പറയുന്നതാണ്. ഏതായാലും കമല അങ്ങ് പോയി കഴിയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആ വീട്ടിൽ ചെന്ന് കഴിയുമ്പം എന്താണ് സംഭവിക്കുന്നത് എന്നറിയത്തില്ല, അവൾ തോറ്റുകൊണ്ടിരിക്കുവാണ് എന്നുള്ള കാര്യം അവൾക്കറിയില്ല, എങ്ങനെയും അവൾക്ക് ജയിക്കണം, അതാണ് അവളുടെ ഉദ്ദേശം. അവസാനം അവൾ ഒരാളുടെ മുന്നിൽ തോക്കും, അന്നത്തോടുകൂടി അവളുടെ അഹങ്കാരം അങ്ങ് തീരുമെന്ന് പറയുവാണ്. അതായത് അലീനയുടെ മുമ്പിൽ. അന്നേരം ശിവനും പറയുന്നുണ്ട്, അലീനയുടെ മുമ്പിലാണ് അവൾ ഇനി തോക്കാനുള്ളത് എന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അങ്ങോട്ടേക്ക് കമല പിന്നെയും ഒരു ചായയായിട്ട് വരും. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, കമലയ്ക്ക് ചായ വേണ്ടേന്ന്. അന്നേരം എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ ഇത് കമല കുടിച്ചു, എനിക്ക് വേറെ ഒരെണ്ണം മതി എന്ന് പറയേ. കമല ഇങ്ങനെ ഇരച്ച് കയറി നിൽക്കുക. അന്നേരം മനു പറയുന്നുണ്ട്, അമ്മ ചെല്ല്, ഞങ്ങളിവിടെ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം ചർച്ച ചെയ്യുകയില്ലേ, അമ്മ അങ്ങ് ചെല്ലേന്ന് പറയും. കാര്യം പറഞ്ഞങ്ങ് വിടുവാണ് മനു. ഇനിയും ചായയുടെ കാര്യം പറഞ്ഞുകൊണ്ട് കമല എല്ലാത്തിനും തലയടിച്ച് കൂട്ടിക്കുക, ആ അവസ്ഥയിൽ നിൽക്കുക. അതുകൊണ്ട് ഏതായാലും കമല അങ്ങ് പോയി കഴിഞ്ഞും അവരെന്തൊക്കെയോ അവിടെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് രേവതിക്കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും കൂടെ അങ്ങോട്ട് വരുന്നത് കാണിക്കുന്നു. അവർ വണ്ടി നിർത്തി കഴിയുമ്പോൾ വലിയ വീടൊക്കെ അല്ലേ. എന്നിട്ട് മുത്തച്ഛൻ പറയുവാണ്, ഇത്രയും വലിയ വീട്ടിലാണ് അവൾ താമസിക്കുന്നത്, അതുകൊണ്ട് ഇതൊന്നും വിട്ട് അവൾ അങ്ങോട്ട് വരില്ല എന്ന്. അന്നേരം രേവതിയുടെ അച്ഛൻ പറയും, അതെങ്ങനെയാ അച്ഛാ ശരിയാകുന്നത്, ഇത് ഇവളുടെ അല്ലല്ലോ, ഇവളുടെ ആരും അല്ലല്ലോ ഇവിടെ ഉള്ളത് എന്നൊക്കെ പറയുമ്പം അതൊക്കെ നേരാണ്, പക്ഷേ അവർക്ക് ഇവിടെ ഉള്ളവർ സ്വന്തം അച്ഛനും അമ്മയെ പോലെയൊക്കെ തന്നെയാണ്, അതുകൊണ്ട് അവൾ വരത്തില്ല, നമുക്ക് വന്ന് കണ്ടിട്ട് പോകാം, അത്രയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. എന്തെങ്കിലും രേവതിക്കുട്ടി ഓടി ഇറങ്ങി വരും. അത് കഴിഞ്ഞ് മുത്തച്ഛനോട് കുറച്ച് വിശേഷം ചോദിക്കും. അതുപോലെ അച്ഛന് ഡയറ്റ് പ്ലാനും ആഹാരമൊക്കെ നന്നായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരം മരുന്നായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, പെയിൻ കില്ലർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് സന്തോഷം കാരണം അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അച്ഛനും ഭയങ്കര സന്തോഷം, നമുക്ക് അകത്തേക്ക് പോയിരിക്കാമെന്ന് പറഞ്ഞ് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അകത്തേക്ക് ചെല്ലുമ്പം സ്റ്റെപ്പ് കയറിയല്ലേ പോകേണ്ടത് ആ വീടിൻ്റെ. അന്നേരം അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് സ്റ്റെപ്പ് കയറാറൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് മടുത്തു എന്ന്. ഏതായാലും അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് ഞാൻ മാമച്ചായനെയും ഗ്രേസിയമ്മയും ഒക്കെ വിളിക്കാമെന്ന് പറഞ്ഞ് രേവതിക്കുട്ടി അങ്ങ് പോവും.
അത് കഴിഞ്ഞ് ഗ്രേസിയമ്മയെ വിളിച്ചുകൊണ്ട് വരുന്നു. വന്നു കഴിയുമ്പം കുറേ കുശലമൊക്കെ ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അത് കഴിയുമ്പം രേവതിക്കുട്ടിയോട് രണ്ടുപേർക്കും കുടിക്കാനുള്ള ജ്യൂസ് എടുത്തുകൊണ്ട് വരാൻ പറയുവാണ്. രേവതിക്കുട്ടി അങ്ങ് പോയി കഴിയുമ്പം മരുന്നിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതിയുടെ അച്ഛനോട്. അപ്പോൾ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല, രേവതിക്കുട്ടിയാണ് അവരുടെ ഏറ്റവും ശക്തമായ മരുന്ന്. ഇടയ്ക്ക് ഫോൺ വിളിക്കും, വീഡിയോ കോൾ വിളിക്കും, വോയിസ് മെസ്സേജ് അയക്കും. അതൊക്കെ തന്നെ അവനെ ജീവിക്കാനുള്ള പ്രചോദനമാണ്. അതാണ് ഇപ്പം അവൻ്റെ ഏറ്റവും വലിയ മരുന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇവർ സംസാരിച്ച് ഇരിക്കുന്നതേക്കും ജ്യൂസൊക്കെ ആയിട്ട് രേവതിക്കുട്ടി വരും. അന്നേരം മുത്തശ്ശൻ പറയും, മോളെ വണ്ടിയിൽ 2 കവർ ഇരിപ്പുണ്ട്, പോയി എടുത്തുകൊണ്ട് വാ എന്ന്. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, ഇവൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ മേടിച്ച് കൊടുക്കുന്നുണ്ട് എന്ന്. അന്നേരം അതെനിക്കറിയാം, എന്നാലും അവളുടെ അച്ഛൻ അവളെ കാണാനായിട്ട് ആദ്യമായിട്ട് വരുമല്ലേ, വെറുതെ കൈയോടെ എങ്ങനെയാണ് വരുന്നത്, ഒരുപാടൊന്നുമില്ല, കുറച്ച് മുട്ടായിയും ചോക്ലേറ്റും ഒക്കെ ഉള്ളൂ എന്ന് പറയുന്നു. ഏതായാലും പോയി എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. രേവതിക്കുട്ടി അത് എടുക്കാനായിട്ട് പോകും. എടുത്തുകൊണ്ട് വന്നു കഴിയുമ്പോൾ അകത്തേക്ക് കൊണ്ടുവയ്ക്കാൻ പറയുവാണ് ഗ്രേസിയമ്മ. അങ്ങനെ അത് അകത്തേക്ക് കൊണ്ടുവയ്ക്കാൻ പോയി കഴിയുമ്പം എന്നാൽ ഞങ്ങൾ ഇനി പൊയ്ക്കോളാം എന്ന് പറയുക മുത്തശ്ശൻ. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അങ്ങനെ പോകാനൊന്നും സമ്മതിക്കത്തില്ല, ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ചതിന് ശേഷം പോയാൽ മതി, ഞങ്ങൾ രേവതിക്കുട്ടിക്ക് കൊടുക്കുന്ന ബഹുമാനം നിങ്ങൾക്കും തരണ്ടേ, അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുവാണ്. അതുപോലെ ഇതിനിടയ്ക്ക് വൈജയന്തിയെ കാണിക്കുന്നുണ്ട്. വൈജയന്തിയുടെ ഫിസിയോതെറാപ്പിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം നടക്കാറൊക്കെയായി, പക്ഷേ ബലക്കുറവുണ്ട്. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, ഇന്ന് ഡിസ്ചാർജ് ആയാലും കാലിൻ്റെയും കൈകളുടെയും ഒക്കെ ആ ഒരു ബലം തിരിച്ചു വരുന്നിടം വരെ ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന്. അന്നേരം എങ്ങനെയാണ് ഫിസിയോതെറാപ്പി ചെയ്യേണ്ടത്, ഇവിടെ വരണോ അതോ അങ്ങോട്ട് ആരെങ്കിലും വന്ന് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അന്നേരം ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, ഞാനൊരു ആളെ സജസ്റ്റ് ചെയ്യാം, അയാളെ വിളിച്ചാൽ മതി, വന്ന് ചെയ്തു തരുമെന്നൊക്കെ പറയുന്നു. അപ്പം ഒരു കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട്, ബെസ്റ്റ് ഓഫ് ലക്ക് ഒക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഫോളോ ചെയ്യണം എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് ഡോക്ടറും അങ്ങ് പോകുന്നു. ഭയങ്കര ഒരു പ്രതീക്ഷയോടെ ഇരിക്കുന്ന വൈജയന്തിയാണ് പിന്നീട് കാണിക്കുന്നത്. അതുപോലെ ഗ്രേസിയമ്മ വിളിച്ച് പറഞ്ഞതനുസരിച്ച് കുരിയച്ചനും അങ്ങോട്ട് വരുന്നുണ്ട് മാമച്ചായനെ കാണാൻ വേണ്ടി. അന്നേരം ഓടിച്ചാടി ചെന്ന് അവരെയും സിഹരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് രേവതിക്കുട്ടി. അന്നേരം ഇത് ആരുടെയാ ഈ കാറ്, വേറെ ഗസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പം എൻ്റെ അച്ഛനും മുത്തശ്ശനൂടെ വന്നതാണ് എന്ന് പറയുമ്പോൾ, ആഹാ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം വാന്നേക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് രേവതിക്കുട്ടി അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അകത്ത് ചെന്ന് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് മാമച്ചായൻ വരും. മാമച്ചായനെ പിടിച്ചുകൊണ്ടാണ് വരുന്നത് ഗ്രേസിയമ്മ. അന്നേരം ഇതെന്താ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയോ എന്ന് ചോദിക്കുമ്പം, ഒന്നുമില്ലെന്ന്, ഇവള് വെറുതെ ഒന്ന് തൊട്ടിട്ടേ ഉള്ളൂ, ഇവൾക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ട്, അല്ലാതെ ഇവള് പിടിച്ചാൽ ഞാൻ നിൽക്കുമോ എന്ന് ചോദിക്കുവാണ്. അന്നേരം കുരിയച്ചൻ പറയുന്നുണ്ട്, താങ്ങാൻ എപ്പോഴും ആളുള്ളത് നല്ലതാണ് എന്ന്. അന്നേരം മാമച്ചായൻ പറയും, കുരിയച്ചനോട് വിളിച്ച് പറഞ്ഞു തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, എനിക്ക് അതിനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പം കുരിയച്ചൻ പറയുന്നുണ്ട്, നാളെ തട്ടിപ്പോകും എന്ന് കരുതിയല്ല അവൾ എന്നെ വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെയൊരു സന്ദർഭത്തിൽ വന്ന് കാണുകയും സംസാരിക്കുകയും ഒക്കെ വേണം, അത് എന്ത് സംഭവിച്ചാലും ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് എന്ന് പറയും. അന്നേരം തട്ടിപ്പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് മാമച്ചാൻ്റെ മുഖം മങ്ങിയായിരുന്നേ. അന്നേരം രേവതിക്കുട്ടിയുടെ മുത്തശ്ശനും പറയുന്നുണ്ട്, അത് നേരാണ്, ഞങ്ങൾ അനുഭവസ്ഥരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന്. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ മാമച്ചായന് ഡയറ്റാണ്. അതുപോലെ മുത്തശ്ശൻ പ്രായമായതുകൊണ്ട് മുത്തശ്ശനും എല്ലാ ഭക്ഷണമൊന്നും കഴിക്കാൻ മേല. അച്ഛനാണെങ്കിൽ ക്യാൻസർ ആയതുകൊണ്ട് ഒരുപാട് ഡയറ്റ് പ്ലാനുണ്ട്. വെള്ളം കുടിക്കും, കരിക്ക് കുടിക്കും, അതുപോലെ വേവിച്ച പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പം അച്ഛനും ഭക്ഷണമൊന്നും വലിയ കാര്യമായിട്ട് വേണ്ട, വല്ല കരിക്കാണെങ്കിൽ കുടിക്കും, പോകുന്ന വഴിക്ക് 2 കരിക്കും കഴിച്ചു, അതുകൊണ്ട് ഇനിയിപ്പോൾ വൈകിട്ട് ഫുഡ് മതി എന്ന് പറയും. അന്നേരം മാമച്ചായൻ പറയും, അത് കുഴപ്പമില്ല, ഇവിടെ ബാക്കിൽ തെങ്ങ് നിൽപ്പുണ്ട്, നിലത്ത് നിന്ന് നമുക്ക് കരിക്ക് പറിക്കാം, അപ്പോൾ അതിൽ നിന്ന് ഒരു കരിക്കും എടുത്ത് തരാമെന്ന് പറയുവാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചുരുക്കത്തിൽ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് കുരിയച്ചാനും ഞാനും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും ഡയറ്റാലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്നൊക്കെ ഉണ്ട്. അന്നേരം കുരിയച്ചൻ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും മാമച്ചായൻ വീണു പോയലൂടി മോളെയെന്ന്. അന്നേരം രേവതിക്കുട്ടി പറയും, അതെൻ്റെ നോക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ടല്ല, കട്ടുതീറ്റ, ഇവിടുന്നും കട്ടുതീനും, ക്ലബിലും അതുപോലെ കല്യാണത്തിനും ഒക്കെ പോകുമ്പം കട്ടുതീനും, അവിടെയൊക്കെ പോയി പുറകെ എനിക്ക് പോകാൻ പറ്റുമോ, ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ മാമച്ചായൻ ഒന്നും മിണ്ടാതിരിക്കുവാണേ. അത് കഴിഞ്ഞ് രേവതിക്കുട്ടി പുറത്തേക്ക് കരിക്കെടുക്കാനായിട്ട് അങ്ങ് പോകുന്നു. അന്നേരം മുത്തശ്ശൻ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അത് സാരമില്ല എന്ന് പറഞ്ഞാൽ രേവതിക്കുട്ടി അങ്ങ് പോവാണ്. അന്നേരം കുരിയച്ചൻ ചോദിക്കുകയാണ്, തുറന്നടിച്ച് ചോദിക്കുക, നിങ്ങൾ അവളെ കൂട്ടിക്കൊണ്ട് പോകാനൊന്നും അല്ലല്ലോ വന്നത് എന്ന്. അന്നേരം കൂട്ടിക്കൊണ്ട് പോകാനൊന്നും അല്ല വന്നത്, ഇനിയിപ്പോൾ തരുവാണെങ്കിൽ ഇരു കൈയും നീട്ടി ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറയുമ്പം കുരിയച്ചൻ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ തന്നാലും അവൾ ഇവിടുന്ന് പോകത്തില്ല, അത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്, അവൾക്ക് ആദ്യമായിട്ട് കിട്ടിയ അപ്പനും അമ്മയുമാണ് ഇവർ രണ്ടുപേരും, ഇനി അതിനപ്പുറം ആര് വന്നാലും അവർക്ക് 2ാം സ്ഥാനമേ അവൾ തരുവുള്ളൂ, അത് ഞാൻ മനസ്സിലാക്കി എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്, അതുകൊണ്ട് ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് വന്നത് എന്ന്. ഏതായാലും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന ഗ്രേസിയമ്മയെ കാണിക്കുന്നുണ്ട്.
അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ വൈജയന്തിയെ കൂട്ടാനായിട്ട് ഗംഗാധരനും അതുപോലെ ശിവനും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് വണ്ടിയെ കയറ്റി കൊണ്ടുപോവാണ്. പോകുന്ന വഴിക്കാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അന്നേരം വൈജയന്തിക്ക് ഭയങ്കര സംശയം, ഇവരുടെ ഈ സംസാരത്തിൽ നിന്ന് ഇനിയിപ്പോൾ എങ്ങോട്ടാണ് കൊണ്ടുപോകണേ എന്നറിയത്തില്ലല്ലോ. അന്നേരം ഗംഗാധരൻ തുറന്നു പറയുന്നുണ്ട്, അവൻ ഉദ്ദേശിച്ച പോലെ തന്നെ നിന്നെ ഞങ്ങൾ കൊണ്ടുവിടാൻ പോകുന്നത് കടപ്പാട്ടൂരിലേക്കാണ് എന്ന്. അന്നേരം വൈജയന്തി എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. പക്ഷേ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വണ്ടി പോയി നിൽക്കുന്നത് കടപ്പാട്ടൂർ മുറ്റത്താണ്. വേറെ നിവൃത്തിയില്ലാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ടിൽ അവിടെ വരാന്തയിൽ തന്നെ ഇരിക്കുവാണ്. അന്നേരം അലീന വന്നിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അലീനയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് അടുത്ത പടയൊരുക്കമൊക്കെ ആയിട്ട് വൈജയന്തി അകത്തോട്ട് കയറി പോകുന്നതും കാണിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് വൈജയന്തി പറയുന്ന വോയിസ് കേൾപ്പിക്കുന്നുണ്ട്, ഞാൻ ഒരേ ഒരു കാര്യമേ ആ മനുഷ്യനോട് ആവശ്യപ്പെട്ടുള്ളായിരുന്നു, അവൾ ആ അലീന ആ വീട്ടിൽ കാണരുത് എന്ന്. പക്ഷെ അത് നടന്നില്ലല്ലോ. അതിൻ്റെ ഒരു വിഷമമൊക്കെ മുഖത്ത് കാണിക്കുന്നുണ്ട്.